ഹലോ ഗൈസ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു നമ്മുടെ ദേവികയും കൂടി ദേവിയുടെ വീട്ടിൽ വരുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് സെന്റ് സ്ഥലമുണ്ട്, ആ ഒരു സ്ഥലം വിറ്റിട്ട് നമുക്ക് കാശ് സിദ്ധാർത്ഥൻ സാറിനെ ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, വേണ്ട, അത് ശാരികയ്ക്ക് ഓരോരോ ആവശ്യങ്ങളിന് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, അവർക്ക് വേണ്ടി അത് എടുത്തോളൂ, നിങ്ങൾ ഈ പറഞ്ഞത് ആ ഒരു വാക്കുകൾ തന്നെ ഞങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദുവും ദേവിയും കൂടി അവിടെ നിന്നും ഇറങ്ങുവാട്ടോ. അതിന് പിന്നാലെ നമ്മുടെ പരുന്ത് നമ്മുടെ തനുജയുടെ വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രംഗങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ തനുജ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ചാവേറ് പോലെ ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പൈസ തന്നോളാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പരുന്ത് ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നുണ്ട്, നീ തന്നില്ലെങ്കിൽ ഞാൻ ചന്ദ്രോത്ത് പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തനുജ അവിടെ പോയി ബ്ലോക്ക് ചെയ്യുക അയാളെ, നിങ്ങൾ ചന്ദ്രോത്തൊന്നും പോകണ്ട, നാളെ രാവിലെ ഞാൻ പൈസ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നമ്മുടെ തനുജ ഇങ്ങനെ സോൾവ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ തനുജ ടൂ വീലർ എടുത്തുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പോകുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ പ്രഭാവതി നമ്മുടെ നന്ദനും കൂടി ആ ഒരു രചനയുടെ പേരിൽ കിടക്കുന്ന ആ ഒരു 10 സെന്റ് സ്ഥലം അത് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ആ ഒരു അതിന്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ്മാൻ ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് വരിക. അപ്പൊ ആ വക്കീൽ നോട്ടീസ് എന്തിന്റെ ആയിരുന്നു? നമ്മുടെ തനുജയുടെ വക്കീൽ അയച്ചൊരു നോട്ടീസ് ആയിരുന്നു അത്. അതായത് സിദ്ധാർത്ഥന്റെ മകളാണ് താൻ എന്നതും ചന്ദ്രോത്ത് വീടിന്റെ എല്ലാ സ്വത്തുക്കളും വിൽക്കണമെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിലും തന്റെയും കൂടി അനുമതി വേണം എന്നുള്ളതുമായിരുന്നു നമ്മുടെ തനുജ ആ ഒരു വക്കീൽ വഴി ആ ഒരു വിട്ട നോട്ടീസിലിട്ട. അപ്പൊ ചന്ദ്രോത്ത് വീടിന്റെ എല്ലാ സ്വത്തുക്കളിലും നമ്മുടെ തനുജയ്ക്കും കൂടി അവകാശം ഉണ്ടെന്നുള്ളതായിട്ട് നമ്മുടെ വക്കീൽ അയച്ച ഒരു നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം വിൽക്കാൻ നമ്മുടെ പ്രഭാവതിക്ക് നന്ദന രചനയ്ക്ക് ഒന്നും പറ്റുകയുമില്ല. അങ്ങനെ തന്നെ നമ്മുടെ പ്രഭാവതി നിരാശയെ വീടിനുള്ളിലേക്ക് ഇങ്ങനെ പോകുന്നൊക്കെയുണ്ട്. പിന്നീട് നമ്മുടെ ഗിരീഷിനടുത്ത് നമ്മുടെ ദേവിക പറയുകയാണ്, ഞാനും നന്ദും കൂടി പോയി തനുജയെ കാണാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, ഇവിടുത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് അവളെ ശരിയാക്കും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട്, നമ്മൾക്കാണ് കാര്യം നടക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഒന്ന് താഴ്ന്നു നിൽക്കുന്നതാകും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. ശേഷം നമ്മുടെ നന്ദു നമ്മുടെ ദേവികയും ഇങ്ങനെ തനുജയെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാർ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ ഇനി തനുജ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞ സുഗമോദേവി ഇപ്പൊ ഫുൾ ദുരന്തങ്ങളായിട്ടോ. എന്തെങ്കിലും രീതിയിൽ ചന്ദ്രോത്ത് കുടുംബം ഒന്ന് കരകയറാന്ന് വെച്ചപ്പോൾ ദാ വീണ്ടും അവിടെ വീണ്ടും ദുരന്തങ്ങളോട് ദുരന്തങ്ങൾ ഇങ്ങനെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒരു സുഖമില്ലാത്ത ദേവിയായി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ സുഗമോദേവി. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.